നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങിയിട്ടില്ല. ചാഴൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വാടനപ്പള്ളി MLA വളവ് പരിസരത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. അപകടം പറ്റിയ അതിഥി തൊഴിലാളിയെ ചേർത്ത് പിടിച്ച് AITUCയുടെ മാതൃക. വാർത്തകൾ വിശദമായി. ദിവസങ്ങളോളം നിലയ്ക്കാതെ പെയ്ത മഴയിൽ താന്യം, ചാഴൂർ, അന്തിക്കാട് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. കനോലി കനാലും കരുവന്നൂർ പുഴയും പല ഭാഗത്തും കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ചാഴൂർ പഞ്ചായത്തിൽ വെള്ളം കയറിയ വീട്ടുകാർക്കായി ചിറക്കൽ GLP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 11-ാം വാർഡിലെ കോലോത്തൂം കടവിൽ നിന്നും 13-ാം വാർഡിലെ ഗോകുലം സ്കൂൾ വെസ്റ്റ് ഭാഗത്തു നിന്നും 8-ാം വാർഡിലെ ചെറുകനാൽ പരിസരത്തുമുള്ള 6 വീട്ടുകാർ വ്യാഴാഴ്ച വൈകിട്ട് ക്യാമ്പിലെത്തി. വയോജനങ്ങളും രോഗികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ക്യാമ്പിലുള്ളത്. ഞങ്ങൾ വീട് പണിതതിന് ശേഷം കയറി, അപ്പം വെള്ളം ഇങ്ങനെ കയറുന്നുള്ളൂ വിചാരിച്ചില്ല. അപ്പം പിന്നെ വെള്ളം കയറി പെട്ടെന്ന് പോകുന്നു. ഞങ്ങൾ അകത്തേക്ക് കയറാറായി. സ്ഥലം EMS റോഡ്, കൊലുത്തുകടവ്. ഞങ്ങൾ രണ്ടാളുള്ള. അപ്പോൾ പെട്ടെന്ന് തന്നെ വാല് കൂട്ടി പോകുന്നു. ഒരു വഞ്ചിയില്ല, വെള്ളത്തിൽ നീന്തി പോകുന്നു. ഇതിനൊപ്പം വെള്ളം ഉണ്ടായി. അങ്ങനെ വെള്ളം നീന്തി ഇന്ന് രാവിലെ 6:30 ഞങ്ങൾ ഇവിടെ എത്തി. എല്ലാ പ്രാവശ്യം വെള്ളം കയറാറുണ്ട്? എനിക്ക് എല്ലാ പ്രാവശ്യം വെള്ളം കയറാറുണ്ട്. ഈ പ്രാവശ്യം അകത്ത് വെള്ളമായി. മൊത്തം വെള്ളം കയറി? പ്രാവശ്യം ഉണ്ടായില്ല. മുറത്തന്നെ ആർക്കും വെള്ളമുണ്ട്. വീട്ടുകാർക്ക് വെള്ളം മൊത്തം കയറിയില്ല? അപ്പോൾ പ്രദേശത്ത് മൊത്തം വെള്ളം? അത് പല വാർഡുകളും കേട്ടോ. ചാഴൂർ പഞ്ചായത്തിലല്ല? ചാഴൂർ പഞ്ചായത്ത് തന്നെ പല വാർഡുകൾ. സുഖമില്ലാത്ത കാരണം ഞങ്ങൾ അകത്തേക്കാവുമ്പോഴേക്കും പോകുന്നു. ചവിട്ടുമൽക്കായപ്പോൾ പോകുന്നു. മെമ്പറെ വിളിച്ച് വീടം പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. ക്യാമ്പിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ? ക്യാമ്പിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പുള്ള് മനക്കുടി റോഡ്, പഴുവിൽ കിഴുപ്പുള്ളിക്കര റോഡ്, തുരുത്തേക്കാട് റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കാട്ടൂർ കടവ്, നന്ദി ചിറക്കൽ റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. തിരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് വീടുകൾ വെള്ളക്കെട്ടിലായി. കനിറ്റാർ പറമ്പിൽ തമ്പിയുടെ വീടാണ് നാളുകളായി വെള്ളത്തിൽ നിൽക്കുന്നത്. ഇവരുടെ പരിസരത്തു നിന്നും വെള്ളം ഒഴുകിയിരുന്ന പൈപ്പ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചപ്പോൾ കേടുവന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായി വീട്ടുകാർ പറയുന്നത്. വാടനപ്പള്ളി പഞ്ചായത്ത് 2-ാം വാർഡിൽ MLA വളവ് പരിസരം രൂക്ഷമായ വെള്ളക്കെട്ടിൽ. 12ഓളം വീട്ടുകാരും അംഗനവാടിയുമാണ് വെള്ളത്തിലായത്. ഇതുമൂലം കിടപ്പു രോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ തീരാ ദുരിതത്തിലാണ്. എല്ലാ വർഷവും മഴക്കാലമായാൽ ഇതുതന്നെയാണ് സ്ഥിതി. കിഴക്കുഭാഗത്തു നിന്നും വടക്കുഭാഗത്തു നിന്നും വരുന്ന വെള്ളം ഒഴുകിപ്പോയിരുന്ന കൽവെട്ടുകൾ മൂടിപ്പോയതാണ് വെള്ളക്കെട്ടിന് കാരണമായതായി വീട്ടുകാർ പറയുന്നത്. സ്വകാര്യ വ്യക്തികൾ പ്രധാന നീർച്ചാലും കൈത്തോടും കയ്യേറിയതായും ഇവർ ആരോപിച്ചു. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും ഫലമുണ്ടായില്ല. ഇത് സംബന്ധിച്ച് രേഖകൾ കൈവശമില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഓരോ തവണ വെള്ളം കയറുമ്പോഴും പഞ്ചായത്ത് അധികൃതർ വന്നു നോക്കി പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴ പെയ്തു തുടങ്ങിയാൽ മുതൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. കൊതുകും കൂത്താടിയും നിറഞ്ഞ പരിസരമാകെ അസഹ്യമായ ദുർഗന്ധമാണ്. വെള്ളമിറങ്ങാതെ നാളുകളോളം നിൽക്കുന്നതിനാൽ ശൗചാലയങ്ങൾ ഉപയോഗിക്കാനാകുന്നില്ല. കുടിവെള്ള സ്രോതസ്സുകളും മലിനജലം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. വെള്ളക്കെട്ടിൽ നിൽക്കുന്നതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അംഗനവാടിയിൽ എത്തുവാനും കഴിയുന്നില്ല. പരമ്പരാഗതമായി വെള്ളം ഒഴുകിയിരുന്ന കൈത്തോടുകളും കയ്യേറ്റം ഒഴിവാക്കി വെള്ളം ഒഴുകിക്കളയാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ വെള്ളക്കെട്ട് വരാൻ കാരണം ഇവിടെ തോടുകൾ ഉണ്ടായിരുന്നു. ആ കിഴക്കേ സെക്ഷൻ വെള്ളവും ഈ വടക്കേ സെക്ഷൻ വെള്ളം, 2 സെക്ഷൻ വെള്ളം പോയിരുന്ന 2 കൽബർട്ട് ഇവിടെ മൂട്ടിപ്പോയിട്ട് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൽ അതിൽ റെക്കോർഡില്ല എന്നാണ് പറഞ്ഞത്. വെറും രാഷ്ട്രീയ കളി കൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടെ നിർത്തിയത്. അപ്പോൾ അത് ഒരു നിലയ്ക്കും പല മെമ്പർമാരും വന്നിട്ട് ഇവർ പറഞ്ഞ റോഡ് ഉള്ള സ്ഥലത്തിനെ തോട്ടിൽ റോഡുമാക്കി തോട് കൈവേഷം വെച്ചിട്ട് തെങ്ങുകളും ഭൂമികളും കൈയേറ്റം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വെള്ളം ഒരു കളിക്കും പോകില്ല, വറ്റി തന്നെ പോകണം. അംഗനവാടി ഉണ്ട് മുറ്റത്ത് തന്നെ. കുഞ്ഞുമക്കൾക്ക് അടക്കം അംഗനവാടിയിൽ വരാൻ പറ്റുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. എല്ലാ പ്രാവശ്യവും വെള്ളം കയറുമ്പോൾ ഓരോരുത്തർ വന്ന് നോക്കും. പിന്നെ അതിനെ പറ്റി ഒരു ചെല്ലം ഉണ്ടാവില്ല. പിന്നെ വെള്ളം പറ്റി കഴിഞ്ഞാലും പിന്നെ അതിനായിട്ട് അന്വേഷിക്കുക. പിന്നെ മുറ്റത്തെ വല്ല മഴയില്ലല്ലോ. വെള്ളം വരുന്ന നേരത്ത് പിന്നെ ഇതുപോലെ വരും.
അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഈ പ്രാവശ്യത്ത്. എല്ലാ പ്രാവശ്യം മതി. ഈ പ്രാവശ്യം സെക്രട്ടറി പ്രസിഡന്റൊക്കെ വന്നിട്ടുണ്ട്. അത് പരിഹാരം കണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടെന്ന് പറയാം. കൊച്ചുകുട്ടികളടക്കം ജലജന്യ രോഗങ്ങളുടെ ഭീഷണിയിലായിട്ടും ആരോഗ്യവകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. അതിഥി തൊഴിലാളിയെ അപകടത്തിലും കൈവിടാതെ മൈഗ്രേറ്റേഴ്സ് വർക്കേഴ്സ് തൊഴിലാളി യൂണിയൻ AITUCയുടെ മാതൃക. ബംഗാൾ സ്വദേശി 49 വയസ്സുള്ള ഗോവിന്ദിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അപകടം നടന്ന ജൂലൈ 3-നാണ്. തൊഴിൽ സ്ഥലത്തേക്കുള്ള യാത്രയിൽ പുതുകുളങ്ങരയിൽ വെച്ച് ടോറസ് ലോറി ഗോവിന്ദിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന ഗോവിന്ദിനെ മൈഗ്രേറ്റേഴ്സ് വർക്കേഴ്സ് തൊഴിലാളി യൂണിയൻ AITUC ഇടപെട്ട് ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് മുളങ്ങുത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. തലയോട്ടി തുറന്ന് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അടുത്ത ബന്ധു ഉണ്ടാകണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഗോവിന്ദിന്റെ സഹോദരൻ ഉത്തമനെ യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രാ ചെലവെടുത്ത് വിമാനത്തിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയുടെ എല്ലാ ഘട്ടത്തിലും യൂണിയൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് ലീഗത്തിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി. ഇപ്പോഴും ആളെ നില ക്ലിയർ അല്ല. ഡോക്ടർ പറഞ്ഞത് ഫ്ലൈറ്റിന് കൊണ്ടുപോകാൻ പറ്റൂല എന്നാണ്. ഫ്ലൈറ്റിൻ്റെ ആ സൗണ്ട് ഗോവിന്ദനിക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് AC കോച്ചിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഗോവിന്ദൻ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് പെട്ട തൊഴിലാളികൾക്ക് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആരും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ചുറ്റുപാടുകളും ഇപ്പോൾ ഈ റൂമിൻ്റെ വലിപ്പം എങ്ങനെയാണ് ഇത് താമസിക്കുന്നതൊക്കെ ഒന്ന് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഭരണാധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗോവിന്ദിൻ്റെ നില പൂർണ്ണമായിട്ടും തരണം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെന്ന് ഇയാളെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ആളുണ്ടാകണം എന്ന നിലക്കാണ് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് ഇന്ന് പറഞ്ഞയക്കുന്നത്. പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഗോവിന്ദൻ വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. ഞങ്ങളെ യൂണിയൻ്റെ മൈഗ്രൻ്റ് വർക്കേഴ്സും AITUCയുടെ എല്ലാ പ്രവർത്തനത്തിനും ഒപ്പം നിൽക്കുന്ന ആളാണ് ഗോവിന്ദും ഉത്തമനും ബംഗാളികൾ. അപ്പോൾ ഗോവിന്ദൻ ആരോഗ്യത്തോടുകൂടി തിരിച്ചു പറ്റിയെന്ന് ആഗ്രഹിക്കും, ആശിക്കുകയും ചെയ്യുകയാണ്. സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു. ഗുരുതരാവസ്ഥ തരണം ചെയ്ത ഗോവിന്ദ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. 6 മാസം വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചാലും തുടർ ചികിത്സയ്ക്കുമായി വ്യാഴാഴ്ച রাত্রি ട്രെയിനിൽ സ്വദേശമായ ബംഗാളിലേക്ക് സഹോദരനൊപ്പം ഗോവിന്ദിനെ യൂണിയൻ യാത്രയാക്കി. আমি বাড়িতে থাকতাম, আমার বাড়ি হলো কলকাতা। অর্থাৎ আমাকে আস্তা ভাই আমাকে ফোন করে শোনায় যে এরকম তোমারা ভাই অ্যাক্সিডেন্ট हो गया, तुम जल्दी जल्दी इधर आ जाओ। তা আমি খবর পেয়ে সঙ্গে সঙ্গে আসতে পারিনি, তারপরে আমার কাছে কোনো টাকা পয়সা ছিল না। তা আশরাফ ভাই উকিলকে বলে তখন আমার কাছে 15,000 টাকা পাঠায়। পাঠানোর পরে আমি তখন আসি বিমানে করে, তার 13,240 টাকা ভাড়া নেয়। ത്രിപുര ലൈഫ് സപ്പോർട്ട് ജീവകാരുണ്യ സംഘടനയുടെ ഫ്ലെക്സ് ബോർഡുകളും സ്റ്റിക്കറുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ നാലമ്പല ദർശനത്തിനോടനുബന്ധിച്ച് ത്രിപുരയാർ ശ്രീരാമക്ഷേത്രത്തിന് സമീപത്ത് വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും സ്റ്റിക്കറുകളുമാണ് നശിപ്പിച്ചിട്ടുള്ളത്. സംഘടനയുടെ പേരിലുള്ള 3 ആംബുലൻസുകളും 40ഓളം വരുന്ന വോളണ്ടിയർമാരുടെയും സേവനവും ഈ 1 മാസക്കാലം തികച്ചും സൗജന്യമായാണ് നടത്തിവരുന്നത്. ഇതിനോടുള്ള മറ്റ് സംഘടനകളുടെ വിരോധമാവാം ഇതിന് കാരണമെന്ന് സംശയിക്കുന്നതായി സെക്രട്ടറി പറഞ്ഞു. കൊറോണ മൂലം വിമാനം റദ്ദു ചെയ്തതിനെ തുടർന്ന് ടിക്കറ്റ് ചാർജ് മടക്കി നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ അനുകൂല വിധി. തൃശൂർ കാഞ്ഞാണി വലിയ പറമ്പിൽ വീട്ടിൽ VV രാധാകൃഷ്ണനും ഭാര്യ ഭാരതി രാധാകൃഷ്ണനും ചേർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഒമാൻ എയർവേസിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. പരാതിക്കാർ കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള ടിക്കറ്റുകളാണ് എടുത്തിരുന്നത്. കോഴിക്കോട് നിന്ന് മസ്കറ്റിലേക്ക് യാത്ര ചെയ്തുവെങ്കിലും അവിടെ നിന്ന് തിരിച്ചുള്ള യാത്ര കൊറോണയുടെ പശ്ചാത്തലത്തിൽ വിമാനം റദ്ദു ചെയ്തതിനാൽ സാധ്യമായില്ല. എന്നാൽ ഫ്ലൈറ്റ് ചാർജ് ഒമാൻ എയർവേസ് തിരിച്ചു നൽകുകയുമുണ്ടായില്ല. തുടർന്ന് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. തെളിവുകൾ പരിഗണിച്ച പ്രസിഡന്റ് സിറ്റി സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് സംഭവിച്ച സാമ്പത്തിക നഷ്ടവും വിഷമതകളും കണക്കിലെടുത്ത് ടിക്കറ്റ് ചാർജ് 13,114 രൂപയും നഷ്ടപരിഹാരമായി 5,000 രൂപയും പലിശയും നൽകുവാൻ വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി.
കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ശനിയാഴ്ച രാവിലെ 11-ന് അന്തിക്കാട് ഹൈസ്കൂളിൽ സൈനിക വിദ്യാർത്ഥി സംവാദം സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി.കെ. മാധവൻ, സെക്രട്ടറി പി.എ. സുലൈമാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സൈനികരെ കുറിച്ച് അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവാദം ഒരുക്കുന്നത്. അന്തിക്കാട് ഹൈസ്കൂളിലെ കുട്ടി പോലീസുകാരും ഗൈഡ്സും അടക്കം 100ഓളം പേർ പങ്കെടുക്കും. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും. മേജർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണത്തിന്റെ സമാപനം നടന്നു. യോഗം അധ്യാപകനും എഴുത്തുകാരനുമായ എം വി മഹിബാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസമാണ് ഈ വിദ്യാലയത്തിൽ നിങ്ങൾ വായനയുടെ ലോകത്തിലൂടെ സഞ്ചരിച്ചു. പി എൻ പണിക്കരെ കുറിച്ചും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ കുറിച്ചും ജൂൺ 19 വായനാ ദിനത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. 1909 ജനിച്ച് നീലപ്പേരൂരിൽ നിന്ന് യാത്ര തുടങ്ങിയ പി എൻ പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ എന്നുള്ള നിലയിൽ PTA പ്രസിഡന്റ് CS മണി അധ്യക്ഷനായി. ബാപ്പു വലപ്പാട് നവീകരിച്ച വായനാമുറി ഉദ്ഘാടനം ചെയ്തു. അധ്യാപിക അർച്ചന പി വിജയൻ, SMC ചെയർമാൻ മഹേഷ് നായർശ്ശേരി, SRG കൺവീനർ KV ഷീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിലിരിക്കുന്ന വേറൊരു കാണുന്നു, അതിനൊരു ഉന്നതങ്ങൾക്ക് തരുന്നത് കേരള NGO അസോസിയേഷൻ നാട്ടിക ബ്രാഞ്ച് വാർഷിക സമ്മേളനവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും നടത്തി. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ KV സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് TK സ്വപ്ന അധ്യക്ഷയായി. പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ ഉദ്ഘാടനം ചെയ്തു. സംഘടന ചർച്ച ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് അവതരിപ്പിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ A നിഖിൽ മോഹന് യാത്രയയപ്പ് നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TG രഞ്ജിത്ത്, TP ഹനീഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജോൺ ലി മാത്യു, അരുൺ C ജെയിംസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സോണി സോളമൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ KT ജയേഷ്, K ഗോപകുമാർ, TG ദേവസി, ബ്രാഞ്ച് സെക്രട്ടറി PM വിദ്യാസാഗർ, ട്രഷറർ CS ഷമ്മി എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ആസ്ഥാനമാക്കി മുനിസിപ്പാലിറ്റി രൂപീകരിക്കുക, തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിക്കുക, ലീവ് സറണ്ടർ പണമായി അനുവദിക്കുക, സർവീസ് വെയിറ്റേജ് പുനഃസ്ഥാപിക്കുക, മെഡിസിപ്പ് പരിഷ്കരിക്കുക, പെൻഷൻ പ്രായം ഉയർത്തി ഏകീകരിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി TK സ്വപ്ന, KJ ജോയ്, MB ബിനോയ്, PA അനീഷ്, S ഉഷ, PM വിദ്യാസാഗർ, പ്രിൻസ് TJ, ബാബു ഷെമി, VB ലേഖ, TS സബീന, PJ പ്രദീപ്, നിംന ഫാത്തിമ, VM ജയലക്ഷ്മി എന്നിവരെ തെരഞ്ഞെടുത്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ നാട്ടിക മണ്ഡലം കമ്മിറ്റിയും വിവിധ വാർഡ് കമ്മിറ്റികളും വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ യോഗങ്ങളിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു എന്നിവർ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബയോകെമിസ്ട്രി പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഐഷ അൻവറിനെ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ XMP വീട്ടിലെത്തി അനുമോദിച്ചു. വലപ്പാട് പുഴങ്കരയില്ലത്ത് അൻവർ ഷാ സൽവ ദമ്പതികളുടെ മകളാണ് ഐഷ. ചടങ്ങിൽ നൌഷാദ് ആറ്റുപറമ്പത്ത്, CR ആറുമുഖൻ, ജോസ് താടിക്കാരൻ, PM സിദ്ദിഖ്, CK പ്രസാദ്, MV ഉണ്ണികൃഷ്ണൻ, MV ജയരാജൻ, മുഹമ്മദ് അലി മണപ്പാടൻ, ആഷിഖ് പുഴങ്കരയിലത്ത് എന്നിവർ പങ്കെടുത്തു. എന്തായാലും വീട്ടിൽ പോയി നമുക്ക് നമ്മുടെ മോളെ ഒന്ന് അനുമോദിക്കണം. നമ്മൾ സ്വന്തം മോളെ പോലെയാണ്. പ്രത്യേകിച്ചും ഈ പരീക്ഷയിൽ 2ാം റാങ്ക് നേടാന്ന് പറഞ്ഞാൽ വളരെ കഠിനാധ്വാനം ചെയ്താലേ നേടാൻ വേണ്ടി പറ്റുള്ളൂ. നന്നായി ബുദ്ധിമുട്ടി പഠിച്ച് അതിന് കിട്ടിയൊരു അംഗീകാരമാണ് ഈ 2ാം റാങ്ക്.
വളരെ സന്തോഷത്തോടും അഭിമാനത്തോടെ നമ്മുടെ വീട്ടിലൊരു മോൾക്കുണ്ടായ ആഹ്ലാദം പോലെ പങ്കുവെച്ച് ഈ പ്രത്യേക അവാർഡ്, സമ്മാനം, പുരസ്കാരം സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ്. ഇടവേള. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം ഫിനാൻസ്, ബികോം കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബികോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ ബികോം ടാക്സേഷൻ, ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു.
ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റ് നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും സ്റ്റാർ സിംഗർ മത്സരാർത്ഥിയുമായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഫിനോബിൻ ലിറീഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡേയ്സിനെ പറ്റി പറയാൻ എന്നെ ക്ഷണിച്ചത് തന്നെ എന്നോട് ദിനേശ് സാർ പറഞ്ഞത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. കുട്ടികളോട് എന്തെങ്കിലും പറയണം, ഇൻസ്പയർഡ് ആയ എന്തെങ്കിലും വാക്കുകൾ പറയണം, മോട്ടിവേറ്റ് ചെയ്യണമെന്നാണ്. ഞാനൊരു മോട്ടിവേഷൻ ഫിഗർ ആണെന്നോ ഞാനൊരു ഇൻസ്പിറേഷൻ ഫിഗർ ആണെന്നോ എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ വഴികൾ ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. സോ ഞാനിപ്പോൾ കറൻ്റ്ലി ക്രൈസ്റ്റ് കോളേജിൽ വർക്ക് ചെയ്യാണ്, ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ മ്യൂസിക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒന്നായിരുന്നു എനിക്ക്. ഞാനൊരു കഴിഞ്ഞ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ജേർണി നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം 9 കൊല്ലം ആറായി. പിന്നെ അക്കാഡമിക്സിലേക്ക് പോയി, പിന്നെ ഇപ്പോഴാണ് ഞാൻ വീണ്ടും അത് ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യൂത്ത് ഫെസ്റ്റിവൽസും സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു 14 കൊല്ലം പഠിച്ച സ്കൂളാണ്. എൻ്റെ ലൈഫിൻ്റെ ഏകദേശം ഒരു പകുതി കിടക്കുന്നത് SN വിദ്യാഭവനിലാണ്. ചടങ്ങിൽ SN വിദ്യാഭവൻ SNE ആൻഡ് C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത അധ്യക്ഷനായി. പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, MS പ്രദീപ്, TS വിജയരാഘവൻ, സുരേഷ് ബാബു PT, TK രാജീവൻ, പ്രധാനാധ്യാപകരായ സുലജ NK, സന്ധ്യ പ്രജോദ്, മിനി LP, ലെനിയ അനിൽകുമാർ, സ്കൂൾ ഹെഡ് ഗേൾ ജനീന ജലീൽ എന്നിവർ പങ്കെടുത്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന യുവജനോത്സവത്തിൽ 4 കാറ്റഗറികളിലായാണ് മത്സരം അരങ്ങേറുന്നത്. വലപ്പാട് ഭാരത് വിദ്യാമന്ദിറിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ വലപ്പാട് സെന്ററിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിശ്വം ഗോപാൽ നിർവഹിച്ചു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയൊരു ലോകത്തെ നന്നാക്കാൻ ചെറിയൊരു കാര്യം ഞാൻ പറയാം. വലിയൊരു ലോകത്തെ നന്നാക്കാൻ ചെറിയൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്കറിയോ ആ ചെറിയ കാര്യം എന്താണ്? സ്വയം നന്നാകുക. എന്താണ്? സ്വയം നന്നാകുക. അപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ വരുന്നു, കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല നമ്മൾ എന്തിനാ സ്കൂളിൽ വരണത്. നമ്മളെല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഒരുക്കി വിടുന്നു. ചിലർക്ക് മടി ഉണ്ടാവും വരാനായിട്ട്. ഇപ്പം നല്ല മഴയാണ് അല്ലേ, മടിയൊക്കെ തോന്നും. പക്ഷെ എന്നാലും നമ്മൾ നിർബന്ധിച്ച് വീട്ടിലുള്ളവർ ഇങ്ങോട്ട് വിടുന്നു. അപ്പോൾ അച്ഛനമ്മമാരുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും എപ്പോഴും. അതെന്തായിരിക്കും? കുട്ടികൾ നമ്മൾ നല്ല കുട്ടികളാകുക. KPM സൊസൈറ്റി പ്രസിഡന്റ് അജിത് പ്രസാദ്, KPM സൊസൈറ്റി സെക്രട്ടറിയും അക്കാദമിക് അഡ്മിനിസ്ട്രേറ്ററുമായ R ദിനേശൻ, പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, സീനിയർ വൈസ് പ്രിൻസിപ്പാൾ ജ്യോതി A, ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ സരിത N എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറി. ചാഴൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭ ആലപ്പാട് സഹകരണ സംഘം ഹാളിൽ ചേർന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ സൗകര്യം നോക്കിയാൽ നാളിൽ പോയി നമ്മുടെ കൃഷി ചെയ്യുന്ന പാടത്ത് പോയി ഈശ്വരനാമത്തിൽ വെച്ചുകൊണ്ടാണ് അന്നൊക്കെ നമ്മൾ പൊഴുതുമാറാറ്. ഇപ്പോൾ ആ പൊഴുതുമാറുന്ന വരുവെന്നാലും നമ്മുടെ കൃഷിക്കാരൻ ചില അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എത്തിപ്പിടിച്ച് ഇതൊക്കെ വെച്ച് കുറേശ്ശെ നടത്തുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായി ഇപ്പോഴില്ല. പക്ഷെ പഴയ കാലങ്ങൾ വ്യത്യസ്തമായി പല പല മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കൃഷിക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതോ അവർക്ക് എങ്ങനെയാണ് മെച്ചപ്രദ കൃഷി ചെയ്യാൻ കഴിയുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ അമൃത C രാജൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, പഞ്ചായത്ത് അംഗം KV ഇന്ദുലാൽ, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ CP സുനിൽകുമാർ, അനിൽകുമാർ D, സരിത KM എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ ഇഗ്നേഷ്യസ് ലയോളയുടെ സംയുക്ത തിരുനാളിന് ഫാദർ ലിയോ പുത്തൂരിന്റെ കാർമ്മികത്വത്തിൽ കൊടികയറ്റി. ജൂലൈ 27, 28, 29 തീയതികളിൽ തിരുനാൾ. 27-ന് വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാന, വെസ്പര, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ,
തിരുനാൾ ദിവസമായ ജൂലൈ 28 രാവിലെ 6:30 ദിവ്യബലി, 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ റോജർ തരകൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജാക്സൺ ചാലക്കൽ സഹകാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച വിതരണം ഉണ്ടാകുമെന്ന് ഇടവക വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ അറിയിച്ചു. കൈക്കാരന്മാരായ ജോഷി, സെബാസ്റ്റ്യൻ, സണ്ണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. വാടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള ആരംഭിച്ചു. പഠനത്തിൽ ആർജിച്ച കഴിവുകൾ വളർത്താനും നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുമായി ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചത്. വിവിധ തരം പൂക്കളും പാവകളും ചിത്രത്തുന്നലുകളും എല്ലാം ഈ മേളയുടെ ആകർഷണ ഘടകങ്ങളായിരുന്നു. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ്, അധ്യാപകരായ ജോളി, റെജി, ലിജി, നീനു, സിജി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിലെ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള എന്നിവയെല്ലാം ഇന്ന് നടക്കുകയാണ്. ഏകദേശം ഒരു 200ഓളം കുട്ടികൾ ഈ മേളകളിൽ പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ പഠനത്തോടൊപ്പം അവരുടെ മറ്റു മേഖലകളിലുള്ള കഴിവുകളും നമ്മളിതിൽ അളക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ ഈ മേളകളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല പഠന പുരോഗതിയും മറ്റു മേഖലകളിലെ പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തൃപ്രയാർ സീതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി സീതാദേവി പൂജയും ഭക്തിപ്രഭാഷണങ്ങളും സംഗീത സദസ്സും നടത്തും. ഞായറാഴ്ച തൃപ്രയാർ അമ്പലനടയിലുള്ള രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക. രാവിലെ സീതാക്ഷേത്ര പൂജ നടക്കും. തുടർന്ന് ജ്ഞാനദീപ പ്രോജ്വലനവും ഉദ്ഘാടനവും മുനി ശ്രീ പരമസാരബിന്ദു അംബുജാക്ഷിയും നിർവഹിക്കും. തുടർന്ന് പ്രഭാഷണങ്ങൾ, ഗാനസദസ്സ് എന്നിവ നടക്കും. പത്രസമ്മേളനത്തിൽ മുനി ശ്രീ പരമസാരബിന്ദു, രവീന്ദ്രൻ ആനേശ്വരം, വിനോദ് വളപ്പിൽ എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. കാരമുക്ക സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ തൈക്കാട്ട് മൂസ വൈദ്യരത്നം ആയുർവേദ ഔഷധശാല കണ്ടശാങ്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സംഭാവനകൾ നൽകുന്നതിനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളും സഹകരണ മേഖലയും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ബാങ്ക് വർഷങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പുതിയ ഉദ്യമം എന്ന നിലയ്ക്ക് വൈദ്യരത്നത്തിൻ്റെ ഒരു ഏജൻസി ഇവിടെ ആരംഭിക്കുകയാണ്. അതിനനുസരിച്ച് ആയുർവേദത്തിലുള്ള എല്ലാ മരുന്നുകളും ഡോക്ടറുടെ സേവനവും ഇന്നു മുതൽ നമ്മുടെ ശാഖയിൽ ആരംഭിക്കുകയാണ്. എല്ലാ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ പോലെ തന്നെ ആയുർവേദ മേഖലകളിലും അലോപ്പതി മേഖലകളിലും ബാങ്ക് തുറന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായാണ് ഈ പ്രവർത്തനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോഷി പൊറ്റേക്കാട്ട് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത്, കേരള വിഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP സുരേഷ്, ബോർഡ് മെമ്പർമാരായ കണ്ണൻ കൂട്ടാല, വിജയൻ മാസ്റ്റർ നമ്പിയത്ത്, PR ശങ്കരനാരായൺ, വൈദ്യരത്നം സോണൽ മാനേജേഴ്സ് മിഥോഷ്, ബാങ്ക് സെക്രട്ടറി VD അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സഹകരണ രംഗത്ത് നമ്മുടെ സഹകരണ ബാങ്ക്, കാരമുക്ക സർവീസ് സഹകരണ ബാങ്ക് വർഷങ്ങളായി സഹകരണ മേഖലയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ 3 നീതി മെഡിക്കൽസും അതുപോലെ തന്നെ 3 ആയുർവേദ കേന്ദ്രവും ഇപ്പോൾ ഇതോടൊപ്പം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസിൻ്റെ ഏജൻസിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ തൈക്കാട്ട് മൂസിൻ്റെ സീനിയർ ഫിസിഷ്യന്മാർ ആഴ്ചയിൽ 2 ദിവസം ഇവിടെ രോഗികളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം ആയുർവേദ ക്യാമ്പ് വൈദ്യരത്നത്തിൻ്റെ പേരിൽ ഇവിടെ
മരുന്നുകളും മറ്റും എല്ലാം ഫ്രീ ആയി നൽകിക്കൊണ്ട്, ചികിത്സയും ഫ്രീ ആയി നൽകിക്കൊണ്ട് നമ്മളൊരു ആയുർവേദ ക്യാമ്പ് നടത്താനായിട്ട് അവർ സന്നദ്ധരായിട്ടുണ്ട്. മുൻ ഭരണസമിതി അംഗം KK മോഹനൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ലിസി തോമസ്, ഷിജി അമിത്സർ, സൗമ്യ ഗിരീഷ്, വിനീത് പാറേമേൽ എന്നിവർ പങ്കെടുത്തു. ഇവിടെ എല്ലാ ആയുർവേദ മരുന്നുകൾക്കും 8% ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. വൈദ്യരത്നം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെയുണ്ടാകും. ഒരു സാമൂഹ്യ സേവന രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ആൾക്കാരാണ് ഈ സൊസൈറ്റിയുടെ അംഗങ്ങൾ. നിങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ഇന്നിവിടെ ഞാൻ പരിചയപ്പെട്ട അദ്ദേഹമാണ്. ഇതിന് മുമ്പത്തെ 10 വർഷം ഈ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിച്ച ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ ഓഫർ ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നല്ല രീതിയിൽ ആരോഗ്യ മേഖലയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് ആശംസിച്ചുകൊണ്ട് ലേഡീസ് ഫാഷൻ്റെയും കോസ്മെറ്റിക്സിൻ്റെയും കമനീയ ശേഖരവുമായി തൃപ്രയാറിൽ അലോറ ലേഡി ഫാൻസി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ പോളി ജംഗ്ഷന് സമീപമാണ് അലോറ ഫാൻസി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. ലേഡീസിന് ആവശ്യമായ ഫാൻസി വളകൾ, കമ്മലുകൾ, വിവിധ ബ്രാൻഡുകളുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും അലോറയിൽ ഒരുക്കിയിരിക്കുന്നു. എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഏതുതരം ബഡ്ജറ്റിൽ ഉള്ളവർക്കും കുറഞ്ഞ വിലയിൽ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് അലോറ. പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് സാധിക വേണുഗോപാൽ അലോറയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അലോറ കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി സ്റ്റോർ തൃപ്രയാറിൻ്റെ മറ്റു സ്വന്തമായിരിക്കുകയാണ്. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസും എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ റീസണബിൾ റേറ്റിന് ഒത്തിരി വെറൈറ്റി ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് തൃപ്രയാർ പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യും കേട്ടോ അലോറ. നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PK സമീർ, അലോറ മാനേജിംഗ് പാർട്ണർ TK പ്രേംലാൽ, പാർട്ണർ റമീസ് റോഷൻ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. അലോറ ഫാൻസി സ്റ്റോർ തൃപ്രയാർ പോളി ജംഗ്ഷൻ. ഫോൺ നമ്പർ 82 81 75 45 29. പെരിങ്ങോട്ടുകര കരുവാങ്കുളം സ്റ്റോപ്പിന് തെക്കുഭാഗത്ത് താമസിക്കുന്ന പരേതനായ കാട്ടുപറമ്പിൽ ഖാദറിന്റെ മകൻ സഗീർ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. മാതാവ് ജമീല, ഭാര്യ സബിത, മക്കൾ സന ഫാത്തിമ, മുഹമ്മദ് റൈഹാൻ. ലുലു അബുദാബി അൽവാദ മാളിലെ ജീവനക്കാരനായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങിയിട്ടില്ല. ചാഴൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു.
വാടനപ്പള്ളി MLA വളവ് പരിസരത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്. അപകടം പറ്റിയ അതിഥി തൊഴിലാളിയെ ചേർത്ത് പിടിച്ച AITUCയുടെ മാതൃക. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.